കേരളീയ ജീവിത പരിണാമത്തെ പതിറ്റാണ്ടുകൾ നീണ്ട എഴുത്തിലൂടെ അടയാളപ്പെടുത്തിയ അക്ഷരപർവമായിരുന്നു എം.ടി. വാസുദേവൻ നായർ. സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളിലും ചലച്ചിത്രങ്ങളിലും കയ്യൊപ്പ് പതിച്ച എം.ടി. എഴുത്തിൻ്റെ മലയാള മുറ്റത്തെ മഹാവൃക്ഷമായിരുന്നു. മഹാമൗനത്തിൻ്റെ വാൽമീകത്തിലിരുന്ന് മനുഷ്യൻ്റെ ആത്മസംഘർഷങ്ങളുടെ അടരുകൾ തേടിയ കഥാകാരൻ. വിഷാദങ്ങളെ കടഞ്ഞെടുത്ത് പ്രകാശപൂർണമായൊരു എഴുത്തുകൊണ്ട് മലയാള സാഹിത്യമുറ്റത്ത് പണിതീർത്തത് ഒരു നാലുകെട്ട്. പുരാണങ്ങളെ പുനരാഖ്യാനം ചെയ്ത് ഇതിഹാസമായി മാറിയ ആ എഴുത്തുകാരന് കാലം എം.ടി. എന്ന് ചുരുക്കപ്പേരിട്ടു. തലമുറകളെ നനച്ച എഴുത്തിൻ്റെ ആത്മാവ് നിളയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി മുതൽ ഇരുളകറ്റി വീണ എല്ലാ സാമൂഹ്യ വിപ്ലവങ്ങളുടെയും വിത്ത് ആ എഴുത്തിൽ കാണാം. അതിന് ആധാരമായത് കൂടല്ലൂർ എന്നൊരു ഉൾഗ്രാമത്തിൻ്റെ ശ്വാസ നിശ്വാസങ്ങളും കുമരനെല്ലൂരിലെ സാഹിത്യ സൗഹൃദ സംഘങ്ങളും. പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്ന് കാലാതിവർത്തിയായ കഥകൾ പിറവികൊണ്ടത് സ്കൂൾ കാലഘട്ടം മുതലാണ്. ബിരുദം നേടുമ്പോൾ രക്തം പുരണ്ട മൺതരികളെന്ന കഥാസമാഹാരം എം.ടിയുടെ പേരിലുണ്ടായിരുന്നു. കാലത്തിലെ സേതുവും അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയും രണ്ടാമൂഴത്തിലെ ഭീമനും മുന്നിൽ മലയാള വായനാലോകം പിന്നെയും അലിഞ്ഞു. കാത്തിരിപ്പിൻ്റെ കഥ പറഞ്ഞ മഞ്ഞും എഴുത്തിലും കടൽ കടന്നുപോയ ഷെർലക്കുമെല്ലാം എം.ടിയുടെ കീർത്തിമുദ്രകളാണിപ്പോഴും. മാടത്ത് തെക്കേപ്പാട് തറവാട് ഒരർത്ഥത്തിൽ വായനക്കാരൻ്റേത് കൂടിയാണ്. കൂട്ടക്കടവ് അങ്ങാടിയും മലമൽക്കാവ് ക്ഷേത്രക്കുളത്തിൽ വിരിയുന്ന നീലത്താമരയും താന്നിക്കുന്നും കണ്ണാന്തളിപ്പൂക്കളും ഗദ്യസാഹിത്യത്തെ ജനപ്രിയമാക്കിയ വലിയ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങളാണ്. എം.ടിയുടെ സാഹിത്യ സംഭാവനകളോട് മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ ചലച്ചിത്ര നിർമ്മിതികൾ ആയിരുന്നു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം മുറപ്പെണ്ണായിരുന്നു ആദ്യത്തെ തിരക്കഥ. ഒരു വടക്കൻ വീരഗാഥ, വൈശാലി, സതയം, പരിണയം, ഓളവും തീരവും, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, പെരുന്തച്ചൻ, സുഹൃതം തുടങ്ങി കാലാതിവർത്തിയായ ഒട്ടനേകം ചലച്ചിത്രങ്ങൾ. 1995 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം, ജെ.സി. ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം. എം.ടി. ആദരിക്കപ്പെടാത്ത ഇടങ്ങളില്ല. കഥകൾ, നോവലുകൾ, ചലച്ചിത്രങ്ങൾ, അക്ഷരം പതിഞ്ഞ ഇടങ്ങളിലെല്ലാം ഇരിപ്പിടം ഉറപ്പിച്ച മഹാപ്രതിഭ എം.ടി. ഓർമ്മയാകുന്നു. അദ്ദേഹം ജന്മം നൽകിയ അക്ഷരങ്ങളുടെ ആൾരൂപങ്ങൾക്ക് മരണമില്ല. കണ്ണൂർ മീഡിയയുടെ പ്രണാമം.